ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. ഒരുമിച്ച് പാടാം. അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണി. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ സ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ, ഈ വചന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകലരിലും അവിടെ നിറയണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും മേൽ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നി അവിടെ നിന്ന് അയക്കണമേ. പെന്തക്കോസ്താസ് ദിനത്തിൽ പരിശുദ്ധ മാതാവിനോടൊപ്പം പ്രാർത്ഥന നിരതരായിരുന്ന സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ ആത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഞങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ. ഞങ്ങളുടെ ഹൃദയം അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ അവിടുന്ന് പാകപ്പെടുത്തണമേ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധത്തിൽ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്കും തുടർന്നു വരുന്ന സൗഖ്യ ആരാധനയിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഹർദവുമായി ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം ആണ്, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അനുദിനം ദിവ്യബലിയിൽ പങ്കുചേരുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നു, കൃപകൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതിനർത്ഥം കോപം എന്ന് പറയുന്നത് വികാരം,
ദൈവം നൽകിയതാണ്. എല്ലാ വികാരങ്ങളും തന്നെ ദൈവദത്തമാണ്, അല്ലെങ്കിൽ ദൈവം പ്രദാനം ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴാണോ വികാരങ്ങൾ അനിയന്ത്രിതമായി നമ്മൾ ഉപയോഗിക്കുന്നത്, അത് അനുചിതമായി അനവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെയാണ് കോപം പാപമായിട്ട് മാറുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ പറയാണ്, കോപിക്കാം, പക്ഷേ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോവുകയും ചെയ്യരുത്. അപ്രകാരം ചെയ്താൽ സാത്താന് നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. കോപം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. അത് അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റുന്നില്ല എങ്കിൽ ആ ദിവസം തന്നെ ആ കോപത്തിന് ഇരയായ വ്യക്തിയോട് ക്ഷമ ചോദിക്കുന്നില്ല എങ്കിൽ, മാപ്പ് ചോദിക്കുന്നില്ലെങ്കിൽ, മാപ്പ് അപേക്ഷിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും അത് ഒരുപോലെ സ്വാധീനിക്കാനായിട്ട് ഇടയുണ്ട്. നമുക്കറിയാം, പെട്ടെന്ന് ഒരാളിപ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത്, കോപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മാവിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഒരു വ്യക്തി കോപിക്കുമ്പോൾ നമുക്കറിയാം ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് അസ്വസ്ഥതകൾ കടന്നു വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കോപിക്കുന്ന അല്ലെങ്കിൽ അരിശം വരുന്ന ഈ ഏതാനും മിനിറ്റുകൾ സമയം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഇത്രമാത്രം മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാനസികമായിട്ട് ഇത്രമാത്രം വേദനിക്കുകയും അതുപോലെ തന്നെ അസ്വസ്ഥരാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിരന്തരമായിട്ട് കോപിക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തി വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങളോളമായിട്ടും അതിൽ മാറ്റം വരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ശരീരത്തെ അത് എത്രമാത്രം സ്വാധീനിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരീരത്തെ മാത്രമല്ല, കോപം, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം അത് നമ്മുടെ ആത്മാവിനെയും എത്രമാത്രം ബാധിക്കും എന്നാണ് ഇന്ന് ഈ തിരുവചനത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപിച്ച ഒരു വ്യക്തി, അസൂയ മൂത്ത ഒരു വ്യക്തി, അഹങ്കാരം നിറഞ്ഞ ഒരു വ്യക്തിയിൽ എപ്രകാരമാണ് സാത്താൻ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ, വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുമ്പോൾ ആ വ്യക്തിയെ എപ്രകാരം പിശാച് സ്വാധീനിക്കുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എപ്രകാരം തകർന്നു പോകുന്നു എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം നമ്മൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. 1 സാമുവേൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. 1 സാമുവേൽ 18:6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കറിയാം, സാവൂൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ്. ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ദൈവം ഇസ്രായേലിന് നൽകിയ ആദ്യത്തെ രാജാവാണ് സാവൂൾ എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ഹൃദയത്തിന് ചേർന്ന വ്യക്തിയായിട്ട് കണ്ടു, അതിൽ അഭിഷേകം ചെയ്തു. അഭിഷേക തൈലത്താലൂടെ കൈവെപ്പിലൂടെ അഭിഷേകം സ്വീകരിച്ച, അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സാവൂൾ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ സാവൂൾ രാജ്യത്വം ഏറ്റെടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവം സാവൂളിനെ പ്രതി വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സംഭവം ആണ് ഇപ്പോൾ ഈ 1 സാമുവേൽ 18-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ദാവീദ് ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവ്, സാവൂൾ രാജാവിന് ശേഷം കടന്നു വരുന്ന രാജാവാണ് ദാവീദ് രാജാവ് എന്ന് പറയുന്നത്. ഈ ദാവീദ് ഫിലിസ്ത്യനായ ഇസ്രായേൽ ജനത്തെ മുഴുവനും നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് അവരെ വധിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വന്ന ഫിലിസ്ത്യനായ ഗോലിയാത്തിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ദാവീദ് രാജാവ് ആ ഗോലിയാത്തിനെ വധിച്ച് തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ മുഴുവനും ദാവീദിനെ സ്വീകരിക്കുന്നുണ്ട്. രാജാവാകുന്നതിന് മുമ്പാണ് സാവൂളാണ് ആ സമയത്ത് രാജാവ്. അപ്പോൾ ഈ
ദാവീദിനെ ജനങ്ങൾ മുഴുവനും പാടി ഇങ്ങനെ ഇതാ സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നെല്ലാം പറഞ്ഞ് സ്ത്രീകളും ആളുകളെല്ലാം ഈ ദാവീദിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഇത് സാവൂള്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് കേൾക്കുകയാണ്, കാണുകയാണ്. എന്നിട്ട് വചനം പറയാണ്, അത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. സാവൂൾ കോപാകുലനായി എന്ന് പറയുന്നത്, സാവൂൾ കോപാകുലനായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ സാവൂളിൻ്റെ ജീവിതം ആ കോപത്തിൽ കഴിയുന്ന കുറേ നാളുകളോളമായി ദാവീദിനോടുള്ള വൈരാഗ്യത്തിലും, അത് ആ വൈരാഗ്യം കടന്നു വരാൻ കാരണം എന്താണ്? ദാവീദാണെങ്കിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ദാവീദിനെ ഓൾറെഡി ഒരു രാജാവായി തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാജാവായിട്ടില്ലെങ്കിൽ, രാജ്യത്വം നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ദാവീദിനെ രാജാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കാനായിട്ട് തുടങ്ങി എന്നൊരു ചിന്ത സാവൂളിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാവൂള് ദാവീദിനെ പ്രതി അസൂയമൂത്ത് കോപാകുലനായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. 1 സാമുവേൽ 18-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 26-27 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, കോപിക്കാൻ പക്ഷേ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സാത്താന് ഹൃദയത്തിൽ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, ഈ സാവൂളിൻ്റെ ഉള്ളിൽ കുറേ നാളുകളായിട്ട് ഈ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ദാവീദിനോടുള്ള വെറുപ്പ് കിടക്കുകയാണ്, വൈരാഗ്യം കിടക്കുകയാണ്, വിദ്വേഷം കിടക്കുകയാണ്. അങ്ങനെ ഒരവസരത്തിൽ അത് മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുകയാണ്, സാവൂളിൻ്റെ ഉള്ളിൽ ഒരു ദുരാത്മാവ് പ്രവർത്തിച്ചു. വെറുപ്പ് എവിടെയുണ്ടോ, വൈരാഗ്യം എവിടെയുണ്ടോ, വിദ്വേഷം എവിടെയുണ്ടോ, അവിടെ തീർച്ചയായിട്ടും പിശാചിന് നമ്മൾ തന്നെ വാതിൽ തുറന്നു കൊടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒക്കെ കടന്നു വരുവാനുള്ള വാതിലായിട്ട് അത് മാറും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സാവൂളിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയാണോ തിന്മയുള്ളത്, എവിടെയാണോ പാപമുള്ളത്, അവിടെ പിശാചിന് അവൻ്റെ അധികാരമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ഫ്ലൈറ്റോ എന്തും ആയിക്കോട്ടെ, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സീറ്റിൽ വേറൊരാൾ കടന്നു ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറയും, ഇത് എൻ്റെ സീറ്റാണ്. കാരണം അങ്ങനെ പറയാൻ നമുക്ക് ഒരു അതോറിറ്റി ഉണ്ട്. എന്താണ് അതോറിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ ടിക്കറ്റുണ്ട്. ആ ടിക്കറ്റിൽ കൃത്യമായിട്ട് സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികാരത്തോടുകൂടി പറയാൻ പറ്റും, ഇത് എൻ്റെ സീറ്റാണ് എന്ന് പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ്, എവിടെയാണ് പാപമുള്ളത്, തിന്മയുള്ളത്, അനുതപിക്കാത്ത പാപമുള്ളത്, അവിടെ സാത്താൻ അവൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവന് ഒരു അധികാരമുണ്ട്. പാപം ചെയ്യുന്നിടത്ത് വചനം പറയുന്നുണ്ടല്ലോ, ശവം എവിടെയോ അവിടെ കഴുകന്മാരുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എവിടെയാണോ പാപമുള്ളത്, പാപത്തിൻ്റെ മേഖലയുള്ളത്, തിന്മയുള്ളത്, അവിടെ ഈ പിശാചിന് ഒരു അധികാരമുണ്ട്. അവൻ ആ അധികാരം ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. 1 സാമുവേലിൻ്റെ 18-ാം അധ്യായവും അതിൻ്റെ തുടർന്ന് വരുന്ന അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ സാവൂള് ഒരു ഭ്രാന്തനെ പോലെ കൊട്ടാരത്തിൽ പുലമ്പിക്കൊണ്ട് നടന്നു എന്നാണ് പറയുന്നത്. സാവൂൾ ഒരു ഭ്രാന്തനായി മാറുകയാണ്. സാവൂൾ ഒരു ഭ്രാന്തനായിട്ട് മാറുന്നു. അവൻ പിന്നീട് ചെയ്യുന്നതെല്ലാം തിന്മയായിട്ട് മാറുകയാണ്. ദാവീദിനെ കൊല്ലാനായിട്ട് കുന്തമെറിയുന്നുണ്ട്. അതുപോലെ തന്നെ ദാവീദിനെ പല രീതിയിലും ചതിപ്രയോഗത്തിൽ വീഴ്ത്താനായിട്ടും ഉപദ്രവിക്കാനായിട്ടും ഈ സാവൂൾ പരിശ്രമിക്കുന്നുണ്ട്. അവസാനം നമ്മൾ കാണുന്ന ഒരു സംഭവം ഇതാണ്: ഈ സാവൂള് ഒരു ദുർമന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. തൻ്റെ ഭാവിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ അഭിഷിക്തനായ മനുഷ്യൻ, ദൈവം തൻ്റെ ഹൃദയത്തിന് ചേർന്ന വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്ത സാവൂള്, അഭിഷേകം നിറഞ്ഞ സാവൂള്, ഈ കോപവും വെറുപ്പും വൈരാഗ്യവും ഉള്ളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണത്താലേ അഹങ്കാരം ഉള്ളിൽ സൂക്ഷിക്കുന്ന, അഹങ്കാരത്തിൽ നിറഞ്ഞ് അസൂയയിൽ മതിമറന്ന ഈ മനുഷ്യൻ
ആത്മീയ തകർച്ച, ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. അവസാനം ഒരു ദുർമന്ത്രവാദിനിയുടെ അടുത്ത് എന്ന് ഈ മനുഷ്യൻ തൻ്റെ ഭാവി അന്വേഷിക്കുകയാണ്. ഇത്രയും നാളും ദൈവം നേരിട്ട് എല്ലാം വെളിപ്പെടുത്തി വഴി കാണിച്ചു കൊടുത്തിരുന്ന ഈ സാവൂളിൻ്റെ എല്ലാ ആത്മീയ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞു. ഇത് തിന്മയുടെ വാതിലുകൾ സ്വയം തുറന്ന് ആ വാതിലിലൂടെ, ആ വഴിയിലൂടെ സാവൂൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സാവൂളിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. സാവൂൾ സ്വന്തം വാളിൽ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ്, ഒരു വ്യക്തിയിൽ പിശാച് കടന്നുകൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുരാത്മാവ് കടന്നുകൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ അവൻ നശിപ്പിച്ചിരിക്കും. ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തി ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം ഈ പിശാച് നശിപ്പിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എവിടെയാണോ അനുതപിക്കാത്ത പാപമുള്ളത്, ഏറ്റുപറയാത്ത പാപമുള്ളത്, അവിടെ അവൻ പ്രവർത്തിക്കും, കടന്നു വരും. അതിന് വേറൊരു ഉദാഹരണമാണ് യൂദാസിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് ദുരാത്മാവ് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ അന്ത്യ അത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ആ ദിവ്യകാരുണ്യം മുറിച്ചെടുത്ത് അപ്പം ഈ യൂദാസിന് കൊടുത്ത മാത്രയിൽ തന്നെ ഒരു ദുരാത്മാവ്, പിശാച്, സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ യൂദാസിന് അനുതപിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പശ്ചാത്തപിക്കാനായിട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളൊന്നും തിരിച്ചറിയാനായിട്ട് യൂദാസിന് സാധിച്ചില്ല. അനുതപിക്കാനായിട്ട് അവന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്തു പറ്റി? ആ അന്ത്യത്താഴ വേളയിൽ നിമിഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഈശോ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ശുദ്ധി വരുത്തുമ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി, അവൻ്റെ ഹൃദയത്തിലുള്ള ആ അധികാരമോഹമായിരിക്കാം, അല്ലെങ്കിൽ പണത്തോടുള്ള അമിതമായിട്ടുള്ള ആസക്തി ആയിരിക്കാം, അത് അവൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. ആ പണത്തോടുള്ള ആസക്തിയുടെ പേരിൽ മാത്രം സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ആത്മീയ തകർച്ചയുടെ അവസ്ഥയിലേക്ക് യൂദാസ് എത്തിച്ചേർന്നെന്നുള്ളതാണ്. അവസാന നിമിഷം വരെ സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കർത്താവ് യൂദാസിന് വീണ്ടും അനുതപിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ ഹൃദയം കഠിനമായിപ്പോയി. സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. യൂദാസിൻ്റെ അന്ത്യം നമുക്കറിയാം എപ്രകാരമായിരുന്നു എന്നുള്ളത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കോപം, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിക്കഴിയുമ്പോൾ അത് നമ്മളെ തകർക്കും. അത് നമ്മുടെ ജീവിതം തകർക്കും, ആത്മാവിനെ തകർക്കും. ഭൗതിക മേഖലകളിൽ ഈ തകർച്ചകൾ കടന്നു വരാം. ഇതാണ് ഈ വചനഭാഗം നമ്മളോട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. എന്നാൽ നമുക്കറിയാം, ഈ ക്ഷമിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും നമ്മളെ ദ്രോഹിച്ച വ്യക്തികളോട്, നമ്മളെ ആഴത്തിൽ മുറിപ്പെടുത്തിയവരോട്, നമ്മുടെ ജീവിതം തകർത്തവരോട്, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ വഞ്ചിച്ചും ചതിച്ചും കടന്നു പോയവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ പ്രയത്നം കൊണ്ടോ ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ക്ഷമിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം എന്താണ്, പലപ്പോഴും നമുക്കറിയാം, ഈ വ്യക്തികൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരോട് ക്ഷമിക്കാനുള്ള ആ ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ കടന്നു വരാറില്ല. അപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, ആദ്യമേ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ഈ വ്യക്തിയോട്, ഒരു പക്ഷേ സ്വന്തം ജീവിത പങ്കാളിയോടായിരിക്കാം, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളോ സഹോദരീ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും അയൽവാസികളോ മക്കളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, ഈ ക്ഷമിക്കാനുള്ള ആഗ്രഹം തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുക, ക്ഷമിക്കാനായിട്ടുള്ള ആഗ്രഹം കർത്താവെ എന്നിൽ ഒന്ന് ജനിപ്പിക്കണമേ. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഈ ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചല്ലോ.
കൃപ കിട്ടിക്കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഏത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലും നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ മാതാവ് ഗബ്രിയേൽ ദൈവദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന മംഗളവാർത്ത അറിയിച്ചപ്പോൾ, ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന സമയത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള മംഗളവാർത്തയെ കുറിച്ച് പറയുന്ന ആ വചനഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതാവിനോട് മംഗളവാർത്ത അരുൾ ചെയ്ത ആ ഗബ്രിയേൽ ദൈവദൂതനോട് മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? മാലാഖ പറഞ്ഞതാണ്, നീ ഇതാ അത്യുന്നതൻ്റെ പുത്രന് ജന്മം നൽകുവാനായിട്ട് പോവുകയാണ്, നിന്നിൽ നിന്നൊരു പുത്രൻ ജനിക്കുവാനായിട്ട് പോവുകയാണ്. ആജീവനാന്തം കന്യാവ്രതം നേർന്നിരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മാതാവ് ചോദിക്കുന്നത്, ഇത് എങ്ങനെ സാധിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ഈ സമയത്ത് മാലാഖ പറയുന്ന ഒരു ഉത്തരമുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. വീണ്ടും എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോഴും മാലാഖ പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ഒരുപക്ഷെ നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവകൃപ സ്വീകരിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കാനായിട്ട് സാധിക്കും, എളിമപ്പെടാനായിട്ട് സാധിക്കും, വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. ഞാനത് പലപ്പോഴും എൻ്റെ വൈദിക ജീവിതത്തിൽ, പുരോഹിത ജീവിതത്തിൽ കുറേ നാളുകളോളം കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളത്. പലപ്പോഴുമായിട്ട് ക്ഷമിക്കാനായിട്ട് പറ്റാത്ത വ്യക്തികൾ നിരന്തരമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് ക്ഷമിക്കാനുള്ളൊരാഗ്രഹം തരണേന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഒന്ന് ചോദിക്കുമ്പോൾ വളരെയധികം വേദനയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികൾ പോലും ക്ഷമിച്ച് കൃപ സ്വീകരിച്ചവർ, അതിലൂടെ അനുഗ്രഹം പ്രാപിച്ച ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യുന്നതൻ്റെ ശക്തി നമ്മളെ സഹായിക്കും. ഒരു കാര്യം കൂടി ഓർക്കണം, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് സാധിക്കില്ല. പക്ഷേ കർത്താവ് ഒരു കൃപ തന്നു കഴിയുമ്പോൾ, ഒരു അഭിഷേകം സ്വീകരിച്ച് കഴിയുമ്പോൾ ഏത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ സാമുവേൽ പുസ്തകത്തിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. ദാവീദ് തൻ്റെ സ്വന്തം മകൻ അബ്സലോമിനെ ഭയന്ന് ഒളിച്ചോടി പോവുകയാണ്. ജെറുസലേമിൽ നിന്നും ഒളിച്ചോടി പോകുന്ന സമയത്ത് ഷിമയി എന്ന് പറയുന്ന, സാവൂളിൻ്റെ ബന്ധുവായിട്ടുള്ള ഷിമയി എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും ഈ ദാവീദിൻ്റെ നേരെ കല്ലെറിയുകയും മണ്ണ് വാരി എറിയുകയും, അതുപോലെ തന്നെ ദാവീദിനെക്കുറിച്ച് നീച, വഞ്ചക, കൊലപാതകി, സാവൂളിനെ കൊന്നത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവിധത്തിലുള്ള ആരോപണങ്ങളും ഈ ദാവീദിൻ്റെ മേൽ അയാൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകന്മാരിൽ ഒരുവനായിട്ടുള്ള അബിഷായി പറയുന്നുണ്ട്, ഈ ചത്തപട്ടിയെ, അതായത് ദാവീദിനെ ശപിക്കുകയും കല്ലെറിയുകയും മണ്ണ് വാരി എറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷിമയിയെ കുറിച്ചാണ് പറയുന്നത്, ചത്തപട്ടിയെ ഞാൻ തല വെട്ടിക്കളയട്ടെ എന്ന് ദാവീദിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് ഒരു കാര്യം പറയാണ്, ആ സമയത്ത് പറയാണ്, അരുത്, ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് ഇവൻ അത് ചെയ്യുന്നതെങ്കിൽ അത് അരുതെന്ന് പറയാൻ ആർക്ക് സാധിക്കും? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടാണ് ഈ ഷിമയി എന്ന് പറയുന്ന വ്യക്തി ദാവീദിനെ ഇതുപോലെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് തടയാനായിട്ട് ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സമയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില വ്യക്തികൾ ദൈവം അനുവദിച്ചു തരും. നമ്മളെ മുറിപ്പെടുത്താൻ, നമ്മളെ സങ്കടപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾക്ക് കാരണക്കാരാകാനായിട്ട് കർത്താവ് ചില വ്യക്തികളെ അനുവദിച്ചു കൊടുക്കും. അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ളതല്ല. പക്ഷെ കർത്താവ് അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ, ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് ശക്തിയും കൃപയും നൽകുക തന്നെ ചെയ്യും. നമ്മൾ തുടർന്ന് വരുന്ന വചനത്തിൽ 2 സാമുവേലിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്. ഈ ഷിമയിയെ വധിക്കാനായിട്ട് അബിഷായി ആഗ്രഹിക്കുന്നു, ദാവീദ് അത് തടയുന്നു. ദൈവം അരുൾ ചെയ്തിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അതിനുശേഷം
2 സാമുവേൽ 16 അധ്യായത്തിൻ്റെ 12 തിരുവചനത്തിൽ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. അഭിഷേകം നിറഞ്ഞ ദാവീദ് പറയുന്ന ഒരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ കഷ്ടതകൾ കണ്ട് ഈ ഷിമെയിയുടെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ കഷ്ടതകൾ കണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് ദാവീദ് പറയുകയാണ്. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവകൃപകൾ നമ്മിലേക്ക് ഒഴുകും. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അതിനുശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഷിമെയിയോട് നിരുപാധികം ക്ഷമിച്ച ആ ദാവീദിനെ പിന്നീട് ദാവീദ് വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് ഏറ്റവും ആദ്യം പോകുന്നത് ഈ ഷിമെയി തന്നെയാണ്. എന്നിട്ട് ഷിമെയി ദാവീദിൻ്റെ പാദത്തിൽ വീണുകൊണ്ട് പറയാണ്, യജമാനനായ ദാവീദെ, ഞാൻ അന്ന് പറഞ്ഞതൊക്കെ നീ എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഷിമെയി ദാവീദിൻ്റെ പാദത്തിൽ വീഴുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നൽകിയിട്ടുള്ള, മറ്റുള്ളവർ നമുക്കെതിരായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിലും അവരോടൊന്ന് ക്ഷമിക്കാൻ ആഗ്രഹിച്ച്, അവരോടൊന്ന് ക്ഷമിക്കാനുള്ള കൃപ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം, ദ്രോഹങ്ങളെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50 അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50 അധ്യായത്തിൻ്റെ 20 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പൂർവ്വ യൗസേപ്പ് നമുക്കറിയാം. ആ പൂർവ്വ യൗസേപ്പിനെ സ്വന്തം സഹോദരന്മാർ അസൂയ മൂത്ത് അവനെ വധിക്കാനായിട്ട് ആഗ്രഹിച്ചു. അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അതിനുശേഷം ആ പൊട്ടക്കിണറ്റിൽ നിന്നും എടുത്ത് ഈജിപ്തുകാർക്ക് വിറ്റു. ആ ഈജിപ്തുകാർ ഈജിപ്തിൻ്റെ അധിപനായിട്ടുള്ള പൊത്തിഫറിൻ്റെ വീട്ടിലേക്ക് അവന് അടിമയായിട്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഈ ജോസഫിനെ ദൈവം അനുദിനം സംരക്ഷിച്ച് ഉയർത്തി എന്നുള്ളതാണ്. ഈ സഹോദരന്മാർ അസൂയമൊത്ത് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും, അതുപോലെ തന്നെ ഈ പൊത്തിഫറിൻ്റെ ഭാര്യ ചെയ്ത ദ്രോഹങ്ങളും, അതുപോലെ മറ്റുള്ളവരൊക്കെ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ദൈവം ജോസഫിന് അനുഗ്രഹമാക്കി മാറ്റി. ഇവിടെ ഒന്നും ജോസഫ് ഇവരെ ഉപദ്രവിക്കാനോ തിരിച്ചു ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ഒന്നും പരിശ്രമിക്കുന്നില്ല. ജോസഫ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തോട് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട്, വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരോടൊക്കെ ക്ഷമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈജിപ്തിൽ മുഴുവനും, ആ പ്രദേശത്ത് മുഴുവൻ വലിയ ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത്, ആ ക്ഷാമ കാലഘട്ടത്തിൽ ഈ സഹോദരന്മാർ, ഏത് സഹോദരന്മാരാണ്? ഈ ജോസഫിനെ അസൂയമൂത്ത് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് അതിനുശേഷം അവിടെ നിന്ന് എടുത്ത് ഈജിപ്തുകാർക്ക് വിറ്റ അതേ സഹോദരന്മാർ ഇന്നിതാ ജോസഫിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. കുഞ്ഞായിരുന്ന ജോസഫിനെയാണ് ഇതുപോലെ ഉപദ്രവിച്ചത്, വേദനിപ്പിച്ചത്. എന്നിട്ട് ആ സഹോദരന്മാരിതാ ജോസഫ് ഇന്ന് ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് നിൽക്കുമ്പോൾ ഈ ജോസഫിൻ്റെ മുമ്പിൽ ഈ സഹോദരന്മാർ എത്തിപ്പെടുകയാണ്. അവർ തിരിച്ചറിഞ്ഞു, ഇത് പണ്ട് നമ്മൾ ദ്രോഹിച്ച, ഉപദ്രവിച്ച ആ ജോസഫാണ്. ബാലനായ ജോസഫ് ഇന്ന് വളർന്ന് വലുതായി ഈജിപ്തിൻ്റെ മുഴുവൻ അധികാരിയായിട്ടാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവനെ ദ്രോഹിച്ച നമ്മളോട് ഈ ജോസഫിന് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികാരം ചെയ്യാം. അതിനുള്ള അധികാരമുണ്ട്, അതുപോലെ അവകാശവുമുണ്ട്. ഇങ്ങനെ ഭയന്ന് വിറച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരോട് ജോസഫ് പറയുന്ന ഒരു മറുപടി ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50 അധ്യായം 20 തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് എല്ലാം നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതാണ്. നമ്മൾ ക്ഷമിക്കുമ്പോൾ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവകൃപകൾ നമ്മിലേക്ക് കടന്നു വരും. ഇനി ആത്മീയമായിട്ടുള്ള അനുഗ്രഹം മാത്രമല്ല, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടും. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. ജോബിനെ ദ്രോഹിച്ച് വേദനിപ്പിച്ച എല്ലാ സഹോദരങ്ങളും, അതുപോലെ തന്നെ ജോബിൻ്റെ കഷ്ടകാലത്ത് വിട്ടുപോയിട്ടുള്ള ആ സഹോദരങ്ങളും ബന്ധുക്കളും, അതുകൂടാതെ
ജോബിൻ്റെ ഏറ്റവും ആത്മമിത്രങ്ങൾ അവരൊക്കെ ജോബിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ജോബിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ജോബ് രഹസ്യഭാവം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായും ശാരീരികമായിട്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ജോബ് ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ജോബ് ഇവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്നു. അത് ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ആത്മീയമായിട്ടുള്ള കൃപ മാത്രമല്ല ലഭിക്കുന്നത്, ഭൗതികമായ കൃപകളും കൂടെ ദൈവം നമുക്ക് തരും. ഈ വചന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ മേഖലയിലായിക്കോട്ടെ ഭൗതിക മേഖലയിലായിക്കോട്ടെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യണം. ആരോടെങ്കിലും ക്ഷമിക്കാനായിട്ടുണ്ടോ? പലപ്പോഴും ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വ്യക്തികളൊക്കെ കണ്ടിട്ടുണ്ട്. മുടങ്ങാതെ പരിശുദ്ധ കുർബാന അർപ്പിക്കും, നിരന്തരം ദിവ്യബലി പങ്കുകൊള്ളുന്നവരാണ്, അതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ കുടുംബത്തിൽ മദ്യപാനം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഒരുപാട് വേദനകളിൽ കഴിയുന്നവരുണ്ട്. ചിലപ്പോഴെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം പറയുന്ന സമയത്ത് അവർ തിരിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ട്. ചിലരോടൊക്കെ ക്ഷമിക്കാനുണ്ട്. പലപ്പോഴും ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് ദേവാലയത്തിലുള്ള അല്ലെങ്കിൽ ഇടവകയിലുള്ള മറ്റുള്ളവരോട് മിണ്ടാൻ പോലും സംസാരിക്കാൻ പോലും സാധിക്കാറില്ല. സ്വന്തം സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോലും, നേരിട്ട് കണ്ടാൽ പോലും സംസാരിക്കാത്ത ആളുകൾ നാളുകളോളമായിട്ട് വെറുപ്പിൽ കഴിയുന്നു, വിദ്വേഷത്തിൽ കഴിയുന്നു, അത് നാളുകളോളമായിട്ട് ക്ഷമിക്കുന്നില്ല. ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ ക്ഷമിച്ചു, ഞാൻ അവരോട് സംസാരിക്കാൻ നിന്നിട്ടും അവരെന്നോട് തിരിച്ച് സംസാരിക്കുന്നില്ല, ഞാൻ ക്ഷമിച്ചിട്ടും അവരെന്നോട് ക്ഷമിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇതുപോലെ ചിലർ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. യൂദാസ് എന്ന് പറയുന്ന വഞ്ചകൻ കൂടെയുണ്ടെന്ന് കർത്താവിനറിയാമായിരുന്നു. എന്നിട്ടും കർത്താവ് യൂദാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. യൂദാസിനെ അന്ത്യനിമിഷം വരെ കർത്താവ് സ്നേഹിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ വചന സന്ദേശം ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവകൃപയ്ക്കായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ദൈവ തൃക്കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന സൗഖ്യ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള വ്യക്തികൾ, അതുപോലെ നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള, നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപയുടെ നിമിഷങ്ങളായിട്ടിത് മാറും. വിശ്വസിക്കുന്നവർക്ക് ദൈവമഹത്വം ദർശിക്കാനായിട്ടുള്ള സമയമായിട്ടിത് മാറും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ സഹായം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരുണ്യ സൗഖ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന
ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ. ഇതാ ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. അന്ധന്റെ കണ്ണ് തുറന്നവൻ, മുടന്തനെ സൗഖ്യപ്പെടുത്തിയവൻ, തളർവാദ രോഗിയോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞവൻ ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ. ഒറ്റിക്കൊടുത്തവനോടും വഞ്ചിച്ചവനോടും തള്ളിപ്പറഞ്ഞവനോടും ഓശാന പാടിയവർ തന്നെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോഴും അവരോടെല്ലാം ക്ഷമിച്ച കർത്താവ് ഇതാ ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. നിഷ്കരണം തന്നെ കുരിശിൽ തറച്ച എല്ലാവരോടും നിരുപാധികമായി ക്ഷമിച്ച കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ. ജീവിക്കുന്ന ദൈവം നമ്മുടെ കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. നമുക്ക് അവിടുത്തെ ഒരിക്കൽ കൂടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്ന് നോക്കാം, അവിടുത്തെ കാണാം. ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. മർത്തയോടും മറിയത്തോടും കർത്താവ് പറയുന്ന വചനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ആരാധനയിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ, തിരുവോസ്തിയിൽ നമ്മുടെ കർത്താവ്, നമ്മുടെ സ്രഷ്ടാവായ ദൈവം, ത്രിയേക ദൈവം സന്നിഹിതനാണെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ ആരാധനാ നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ, അത്ഭുതങ്ങളുടെ സമയമായിട്ട് മാറുകയാണ്. നമുക്കൊന്ന് ഉറച്ച് വിശ്വസിക്കാം. കർത്താവേ, ഇന്ന് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് നിരുപാധികം ക്ഷമിച്ചുവല്ലോ കർത്താവേ. അവിടുന്ന് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈ നിമിഷങ്ങൾ ക്ഷമയുടെ നിമിഷങ്ങളായിട്ട്, ക്ഷമ ചോദിക്കുന്ന നിമിഷങ്ങളായിട്ട്, അത്ഭുതങ്ങളുടെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ, പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതലിൻ്റെ നിമിഷങ്ങളായിട്ട് മാറുവാൻ കർത്താവേ കൃപ നൽകണമേ. നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധ മാതാവിനോട് ചേർന്ന്, സ്ലീഹന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന്, സകല മാലാവർഗ വൃന്ദങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന എന്ന് നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നിങ്ങൾ പാടുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇരുന്നു കൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരാകട്ടെ, ഹൃദയത്തിൽ കർത്താവിനെ ആരാധിക്കുക. ഇതാ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന ബോധ്യത്തോടുകൂടി നമുക്കൊന്നു ചേർന്ന് പാടാം. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ഒരുമിച്ച് പാടാം. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഓശാന. എല്ലാവരും ഹൃദയപൂർവ്വം ഈ സമയം ആരാധിക്കട്ടെ. ഓശാന ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ഓശാന ഹല്ലേലൂയ. ഓശാന ഹല്ലേലൂയ. ഓശാന ഹല്ലേലൂയ.
ഓശാന ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സകല വിശുദ്ധരോടും ചേർന്ന് ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സർവ പ്രപഞ്ച സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ആരാധനയും ദൈവത്തിനായിട്ടുള്ളതാണ്. സർവമഹത്വവും കർത്താവ് അങ്ങേക്ക് മാത്രമുള്ളതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതാവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദനകളായിരിക്കാം, രോഗപീഠകളായിരിക്കാം, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആയിരിക്കാം, നമ്മുടെ ആത്മീയമായിട്ടുള്ള തകർച്ചയുടെ അവസ്ഥകളായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളോ തകർച്ചകളോ ആയിക്കോട്ടെ, ബിസിനസ് മേഖലയിൽ, ജോലി മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, ഇതാ കർത്താവ് ഈ നിമിഷം നിന്നെ സ്പർശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ്. നീ ഒന്ന് ഉറച്ചു വിശ്വസിക്കേ. ഈ ആരാധനയുടെ തിരുമണിക്കൂറിന്റെ ഈ നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നിന്റെ ഹൃദയത്തിൽ ഇടപെടുന്ന, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന, നിന്റെ ജീവിത സാഹചര്യങ്ങളെ ആശീർവദിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളായിട്ട് ഇതാ ഇത് മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉള്ളു തുറന്ന് നീ കർത്താവിന് നിന്നെ തന്നെ വിട്ടുകൊടുക്ക്. നിന്റെ രോഗക്കിടക്കയിൽ നിന്ന് ഇതാ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറുകയാണ്. നിന്റെ കുടുംബത്തിലെ ചില വ്യക്തികൾ രോഗപീഠകളിൽ കഴിയുന്നുണ്ടോ? നീ ഈ സമയം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയം ആ വ്യക്തി രോഗാവസ്ഥയിൽ കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ടവര് എവിടെയാണെങ്കിലും, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, ഈശോ അവരുടെ രോഗക്കിടക്കരയിലേക്ക് കടന്നു എന്നുകൊണ്ട് അവരെ തൊടുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സാമ്പത്തിക തകർച്ചകളിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, വിശ്വസിക്ക്, അനുദപിച്ച് പ്രാർത്ഥിക്ക്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്ക്, ക്ഷമിച്ച് പ്രാർത്ഥിക്ക്, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്ക്. ദൈവം നിന്റെ ഇത് കുടുംബത്തെ ഇത് ആശീർവദിക്കാനായിട്ട് പോവുകയാണ്. നിന്റെ തൊഴിൽ മേഖലയെ ആശീർവദിക്കാനായിട്ട് പോവുകയാണ്. നിന്റെ ബിസിനസ് സ്ഥാപനത്തെ അവിടുന്ന് ആശീർവദിക്കുകയാണ്. നിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കർത്താവ് തുറന്നു തരികയാണ്. കടബാധ്യതകളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. വിശ്വസിക്ക് വിശ്വസിക്ക് വിശ്വസിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. If you believe, you will see the glory of God. കർത്താവിന്റെ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷം കർത്താവ് എന്നെ തൊടുന്നു. എന്റെ മുറിവേറ്റ ഹൃദയം, എന്റെ തകർന്ന ജീവിതം, എന്റെ കണ്ണുനീരിന്റെ അവസ്ഥ, എന്റെ ഒറ്റപ്പെടലുകളിലേക്ക്, ഏകാന്തതയിലേക്ക്, വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്നവരിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. സകലരോടും ക്ഷമിച്ചവൻ, തന്നെ ക്രൂശിലേറ്റിയവരോട് പോലും നിരുപാധികം ക്ഷമിച്ച കർത്താവിൻ്റെ വചനമാണിത്. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നെ തകർത്ത വ്യക്തികളുണ്ട്,
സാമ്പത്തികമായി നിന്നെ ചതിച്ച് കടന്നുപോയിട്ടുള്ളവരുണ്ട്. നിന്റെ ജീവിതം തകർത്ത് കളഞ്ഞവരുണ്ട്. ആഴത്തിൽ നിന്നെ മുറിവേർപ്പെടുത്തിയ വ്യക്തികളുണ്ട്. കുത്തുവാക്കുകൾ പറഞ്ഞും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയും നിന്നെ വേദനിപ്പിച്ച വ്യക്തികളുണ്ട്. നിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയിട്ടുള്ളവരുണ്ടാകാം. നീ ഒരുപാട് സ്നേഹിച്ച് സ്നേഹം നൽകി വളർത്തി വലുതാക്കിയവര് ഒരു നാൾ നിനക്കെതിരെ തിരിഞ്ഞ വേദനയിൽ കഴിയുന്ന വ്യക്തിയാണോ നീ? സങ്കടത്തിൽ കഴിയുന്ന വ്യക്തിയാണോ നീ? ഇതാ ഈ മണിക്കൂർ നിനക്കുള്ളതാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങൾ നിനക്കുള്ളതാണ്. കാരണം കർത്താവ് നിന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ട കുഞ്ഞെ, നീ അനുഭവിക്കുന്ന വേദന, പ്രത്യേകിച്ചും ക്ഷമിക്കാൻ കഴിയാതെ നീ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിന്നേക്കാൾ മുൻപേ ഇതേ വേദനകളിലൂടെ ഒറ്റിക്കൊടുക്കലിൻ്റെയും തള്ളിപ്പറയലിൻ്റെയും ഒരു തെറ്റും ചെയ്യാതെ തന്നെ വിചാരണ ചെയ്യപ്പെട്ടതിൻ്റെയും അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളവനാണ് ഞാൻ. ഓശാന പാടിയവർ തന്നെയാണ് അതേ നാവുകൊണ്ട് തന്നെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്. സൗഖ്യപ്പെടുത്തുവാൻ ഞാൻ കരം നീട്ടി സൗഖ്യപ്പെടുത്തിയവർ തന്നെ എനിക്കെതിരെ തിരിഞ്ഞത് നിനക്കറിയാമല്ലോ. അനുഗ്രഹങ്ങൾ നൽകുവാൻ മാത്രം കടന്നു വന്നിട്ടും ഭാരമേറിയ കുരിശൻ്റെ തിരുത്തോളിൽ നൽകിയവരാണ്. അവരോടെല്ലാം ഞാൻ ക്ഷമിച്ചില്ല കുഞ്ഞെ. ദ്രോഹിച്ചവരോടും ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവനോടും കുരിശിൽ തറച്ചവരോടും എല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ പ്രിയപ്പെട്ട മകനെ, മകളെ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട മകനെ, മകളെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വചനമൊന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. കുരിശിൽ എൻ്റെ ഈശോ ക്ഷമിച്ചതുപോലെ ഒന്ന് ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ദ്രോഹിച്ച വ്യക്തികൾ, എൻ്റെ ജീവിതം തകർത്തവർ, എന്നെ ഒറ്റപ്പെടുത്തിയവർ, തള്ളിപ്പറഞ്ഞവർ, എന്നെ മുറിപ്പെടുത്തിയവർ, എൻ്റെ ഇന്നത്തെ മാനസികാവസ്ഥയ്ക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക്, സാമ്പത്തിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ള വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ദൈവമേ. ഒരുപക്ഷെ നിൻ്റെ സ്വന്തം ജീവിത പങ്കാളിയായിരിക്കാം, മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആയിരിക്കാം, സ്വന്തം ബന്ധുമിത്രാദികളായിരിക്കാം, മരുമകനോ മരുമകളോ ആയിരിക്കാം, സ്വന്തം മക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ച ഏതെങ്കിലുമൊക്കെ വ്യക്തിയോ വ്യക്തികളോ കുടുംബങ്ങളോ ആയിരിക്കാം, അയൽവാസികളോ ആയിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, വൈദികരോ സമർപ്പിതരോ ആയിരിക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആ വ്യക്തികളെ ഒന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ, കുടുംബത്തെ നമുക്കൊന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ കർത്താവിൻ്റെ വചനം വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലൂടെ 6-ാം അധ്യായം 14-15 തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ പങ്കുചേർന്നിരിക്കുന്ന ഞാനും നിങ്ങളും ക്ഷമിക്കപ്പെടണമെങ്കിൽ കർത്താവ് പറയുന്ന ഒരു വ്യവസ്ഥ ഇതാണ്: നീ ക്ഷമിക്കണം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച പാഠമാണ് ക്ഷമയുടെ പാഠം എന്ന് പറയുന്നത്. ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കും. ആ തമ്പുരാൻ്റെ മുമ്പിലാണ്. ഒരുപക്ഷെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അത്ര ആഴത്തിൽ മുറിപ്പെട്ടു പോയിട്ടുള്ളവരാണ് നമ്മൾ, അത്രമാത്രം വേദനിച്ചു പോയിട്ടുള്ളവരാണ് നമ്മൾ. എങ്കിലും ഇത് ആ കർത്താവിനോടൊന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം. കുരിശിൽ എൻ്റെ ഈശോ ക്ഷമിച്ചതുപോലെ ഒന്ന് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈരടികളോട് നമുക്ക് ചേരാം. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. കുരിശിലീശോയെ ക്ഷമിച്ചതുപോലെ എൻ്റെ കർത്താവേ, കരുണ കാണിക്കണമേ ദൈവമേ. ഞാനും ക്ഷമിച്ചിടും. ദ്രോഹിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണേ കർത്താവേ. ഇവരോടു പൊറുക്കാനായി
പൊറുക്കേണമേ. നമ്മെ മുറിപ്പെടുത്തിയ എല്ലാ വ്യക്തികളെയും ദിവ്യകാരുണ്യത്തിന് അർപ്പിച്ചുകൊണ്ട് ഇവരറിയാതെ ചെയ്തതല്ല ആ വ്യക്തികളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരോട് പൊറുക്കേണമേ. ഇവരറിയാതെ ചെയ്തതല്ല. കുരിശിൽ എന്റെ ഈശോ ക്ഷമിച്ചതുപോലെ ഒന്ന് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണേ കർത്താവേ. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. എന്റെ കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ നിന്റെ ഹൃദയം തകർത്ത വ്യക്തികളോട് ക്ഷമിക്കാൻ ഇതാ കർത്താവ് ആവശ്യപ്പെടുന്നു. അവരുടെ ദ്രോഹങ്ങളും ശാപങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഇതാ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് 50-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങൾ എനിക്ക് ദ്രോഹങ്ങൾ ചെയ്തു, എന്നാൽ ദൈവം അതെല്ലാം നന്മയാക്കി അനുഗ്രഹമാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഈ സമയം നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വ്യക്തിയെ, കുടുംബങ്ങളെ, സമൂഹത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും എല്ലാം, അവർ നിനക്കെതിരെ ചെയ്തിട്ടുള്ള ക്ഷുദ്രപ്രവർത്തികൾ, അതുപോലെ നിന്നെ ശപിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ ആ ശാപങ്ങൾ പല രീതിയിലും നിന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ശാപദോഷങ്ങൾ നമ്മിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ സമൂഹത്തിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുകയാണ്. കർത്താവേ കൃപയായിരിക്കണമേ, എല്ലാ ദ്രോഹങ്ങളും അനുഗ്രഹമാക്കി മാറ്റുന്നവനെ, ഞാനിതാ എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും ദ്രോഹങ്ങളും എല്ലാം അർപ്പിക്കുന്നു. കർത്താവേ എന്നോട് എൻ്റെ കുടുംബത്തോട് കരുണയാകണമേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ക്ഷമിച്ച് പ്രാർത്ഥിച്ച കർത്താവിന്റെ കൃപ, കരുണ ഈ നിമിഷം സഹോദര സഹോദരി നിന്നിലേക്ക് ഒഴുകുകയാണ്. നീ ആരോട് ക്ഷമിക്കാനുണ്ടോ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വിശ്വസിക്കുക, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നീ ആരോട് ക്ഷമിക്കാനുണ്ടോ ആ വ്യക്തിയിലേക്ക് കർത്താവിന്റെ കൃപ, ശക്തി, സ്നേഹത്തിന്റെ അഭിഷേകം ഒഴുകുന്ന ഇറങ്ങിയാണ്. നിന്നിലേക്ക് ഇതാ കർത്താവിന്റെ കൃപ ഒഴുകുന്നു. വിശ്വസിക്കുക, നിന്റെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്ക്. ഈശോയുടെ തിരുഹൃദയം പോലെ എന്റെ ഹൃദയത്തെ മാറ്റണമേ പിതാവേ, ഇവരോട് ക്ഷമിക്കണം, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പ്രാർത്ഥിച്ച കർത്താവിന്റെ ദിവ്യ ഹൃദയം പോലെ എന്റെ ഹൃദയം മാറ്റണമേ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കർത്താവേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവേ. ഈ വ്യക്തികളോട് കുടുംബത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ദൈവമേ. കൃപ തരണമേ, കൃപ തരണമേ കർത്താവേ. അഭിഷേകം തരണേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷമാശീലനായ കർത്താവിന്റെ കരുണ യാചിച്ചുകൊണ്ട് ഈ ഇരടികൾ നമുക്ക് പാടാം. ക്ഷമാശീലനാം യേശുവേ, ശാന്തശീലനായ യേശുവേ, അവിടുന്ന് ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവനോടും നിരുപാധികം ക്ഷമിച്ചുവല്ലോ കർത്താവേ. കുരിശിൽ തറച്ചവരോട് പോലും ക്ഷമിച്ചില്ലേ എൻ്റെ കർത്താവേ. കഠിനമായ എൻ്റെ ഹൃദയം ഇന്ന് അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ കർത്താവേ. ക്ഷമിക്കാനുള്ള കൃപ, ക്ഷമ ചോദിക്കാനുള്ള അഭിഷേകം ഇന്ന് എനിക്ക് തരണേ കർത്താവേ. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ, കരുണ തോന്നണേ കർത്താവേ. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ, കഠിന
ഹൃദയം തവ ഹൃദയം പോലെ ആക്കണേ. ഈശോയേ, കഠിനമായ എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. കഠിനമാമെൻ ഹൃദയം തവ ഹൃദയം പോലെ ആക്കണേ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? വചനം നമ്മളോട് താക്കീത് നൽകുകയാണ്, നമുക്ക് താക്കീത് നൽകുകയാണ്. ഈ വചനത്തിലൂടെ പറയാൻ, നീ ക്ഷമിച്ചാൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. നീ ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക. ക്ഷമിക്കുമ്പോൾ ദൈവകൃപയൊഴുകും, സൗഖ്യമുണ്ടാകും, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ജോബിൻ്റെ ജീവിതത്തെ കർത്താവ് ഭൗതികമായി കൂടെ അനുഗ്രഹിക്കുന്നുണ്ട്. ജോബിന് നഷ്ടപ്പെട്ട ആരോഗ്യം, അതുപോലെ തന്നെ സമ്പത്ത്, സമൃദ്ധി എല്ലാം ദൈവം വീണ്ടും നൽകുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ഈ സമയം യാചിക്കണം. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. എല്ലാവരും ദയവായി ഈ വചനഭാഗം ഒന്ന് ആവർത്തിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ദിവ്യകാരുണീശോയെ, ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും എന്നെ സഹായിക്കണമേ. എന്റെ കർത്താവേ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിലൂടെയും നിന്നാവചനത്തിലൂടെയും എന്റെ മനസ്സ് മുറിപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വഞ്ചനയിലൂടെയും ചതിപ്രയോഗങ്ങളിലൂടെയും എന്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ട്. എന്റെ കർത്താവേ, ഞാൻ തകർന്നൊരു വ്യക്തിയാണ്. മാനസികമായി വേദനിച്ചു കഴിയുന്ന വ്യക്തിയാണ്. എന്റെ തമ്പുരാനെ, കൃപ നൽകണമേ. ക്ഷമിക്കുവാൻ ശക്തി തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാനുള്ള വ്യക്തികളെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവ് നിനക്ക് കൃപ തരികയാണ്. ക്ഷമിക്കാനുള്ള അഭിഷേകം തരികയാണ്. ബന്ധനങ്ങൾ കഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു. കർത്താവിന്റെ വലിയ കൃപ നിന്നിലേക്ക് ഒഴുകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്ക്, വിശ്വസിക്ക്. കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിലേക്ക് ഉയരട്ടെ. നീ കണ്ണുനീരോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം ഇതാ കർത്താവ് കാണുന്നു. ദിവ്യകാരുണ്യനാഥൻ കാണുന്നുണ്ട്. നിന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിന് അർത്ഥമുണ്ട്. ഈ കണ്ണുനീര് വിലപ്പെട്ടതാണ്. നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ വേദനകൾ കാണുന്ന, നിന്റെ നൊമ്പര
ഭാരങ്ങൾ അറിയുന്ന കർത്താവ് ഇതാ നിന്റെ നിലവിളി കേട്ട് നിന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് പോകുന്നു. ക്ഷമിക്കാം, ക്ഷമ ചോദിക്കാം, ക്ഷമിക്കാം, ക്ഷമ ചോദിക്കാം. നമ്മൾ ദ്രോഹിച്ച വ്യക്തികളെ കൂടെ കർത്താവിന് അർപ്പിക്കണം. നമ്മുടെ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഉപേക്ഷയിലൂടെയോ എല്ലാം മുറിപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്, സങ്കടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. അവരെ കൂടെ നമ്മൾ കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയാകണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കരുണയാകണമേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കുമ്പോൾ, ക്ഷമ ചോദിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, പാപാവസ്ഥകൾ, രോഗപീഠകൾ, ജീവിത തകർച്ചകൾ, സാമ്പത്തിക പരാധീനതകൾ, കുടുംബജീവിത പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത് വേദനിച്ച് കണ്ണുനീരൊഴുക്കി കഴിയുന്ന അവസ്ഥകൾ എല്ലാം ഒന്ന് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളിത് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും രോഗികളായിട്ട്, മാനസികമായിട്ട് തളർന്നു കഴിയുന്ന വ്യക്തികൾ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ദിവ്യകാരുണ്യ ആരാധനാ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും കർത്താവിനാൽ സ്പർശിക്കപ്പെടുന്ന സമയമാണിത്. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഈശോ നിന്നോട് കരുണ കാണിക്കുകയാണ്. നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടും മനുഷ്യരോടും ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പലരോടും ക്ഷമിക്കാനായിട്ടുണ്ട്. ഒരുപക്ഷെ തമ്പുരാനോട് തന്നെ ക്ഷമിക്കാനായിട്ടുണ്ട്. ചില വേദനകൾ, ചില തകർച്ചകൾ എന്തിനനുവദിച്ചു? ഈ ചില സങ്കടങ്ങൾ കർത്താവേ നീ എനിക്ക് എന്തിനു തന്നു? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇവിടെയാണ് ദാവീദ് പറയുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടത്. ദാവീദിനെ ശപിക്കുക എന്ന് ദൈവം അനുവദിച്ചിട്ടാണ്, പറഞ്ഞിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് സാധിക്കും? അവൻ്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. മറ്റുള്ളവർ ചെയ്ത വേദനിപ്പിക്കുന്ന ചില പ്രവൃത്തികളിലൂടെ മുറിപ്പെട്ടു പോയിട്ടുള്ളവരാണോ നിങ്ങൾ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം ഓർക്കണം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ഇതാ കർത്താവ് അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്നെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങൾ കർത്താവ് അതെല്ലാം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് പോവുകയാണ്. അവർ ചെയ്ത ദ്രോഹങ്ങളെല്ലാം കൃപകളാക്കി മാറ്റുകയാണ് കർത്താവ്. ആ തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇതാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കരുണ തോന്നണേ എന്നുള്ള ഈരടികൾ പാടുകയാണ്. ആ ഈരടിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ രോഗികളായിട്ടുള്ള വ്യക്തികളെ സമർപ്പിക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ സമർപ്പിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ രോഗാവസ്ഥകൾ കർത്താവിന് വിട്ടുകൊടുക്കുക, മാനസിക തകർച്ചകൾ കർത്താവിന് വിട്ടുകൊടുക്കുക. ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണെന്നൊന്ന് ഉറച്ച് വിശ്വസിക്കുക. ഈ ആരാധനയുടെ നിമിഷം നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഇന്നോളം വരെ നീ കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയ നിമിഷങ്ങളാണ്. എന്നാൽ ഇതാ ഇപ്പോൾ ഈ ആശീർവാദ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ വലിയ കൃപയുടെ, അഭിഷേകത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറുന്നു എന്ന് നീ ഒന്ന് ഉറച്ച് വിശ്വസിക്കുക. കർത്താവ് എന്നെ തൊടുന്നു എന്ന് വിശ്വസിക്കണം. എൻ്റെ തമ്പുരാൻ എന്നോട് കരുണ കാണിക്കുന്നെന്ന് വിശ്വസിക്കണം. ആ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ മുറിവുകളും വേദനകളും തിക്താനുഭവങ്ങളെയും സങ്കടങ്ങളെയും ഏകാന്തതയും ഒറ്റപ്പെടലുകളും എല്ലാം ഒന്ന് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിൻ്റെ മനസ്സൊരുക്കി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരന് സഹോദരിക്ക് വേണ്ടി നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നിന്നിലേക്ക് തന്നെ, നിൻ്റെ കുടുംബത്തിലേക്ക് തന്നെ ഇതാ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ശക്തിയും ഒഴുകുന്ന അത്ഭുത നിമിഷങ്ങളാണിത്. നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. മർത്തയോട് പറഞ്ഞില്ലേ, ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്നു നിന്ന കർത്താവ് ചോദിച്ച ചോദ്യത്തിന് മർത്ത പറയുന്നതാണ്, കർത്താവേ ഇതാ ദുർഗന്ധം വമിക്കുന്നുണ്ട്, ഇത് 4-ാം ദിവസമാണ്. അപ്പോൾ തമ്പുരാൻ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഏത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ചീഞ്ഞളിഞ്ഞോട്ടെ, ഈ കർത്താവിന് നിന്നെ ഉയർപ്പിക്കുവാൻ
ചെയ്യുവാനും നിന്നെ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും നിന്നെ ഒരു ജീവിതത്തിൻ്റെ പുതിയ ദിശയിലേക്ക് നയിക്കുവാനും പുതിയ വഴികളിലൂടെ നടത്തുവാനും തമ്പുരാന് സാധിക്കും. ഉറച്ചു വിശ്വസിക്കണം. നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. ഈശോയേ, ഈ ആരാധന ആശീർവാദം സ്വീകരിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ കൃപയൊഴുകട്ടെ, കരുണയൊഴുകട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പാപബന്ധനത്തിന്റെ അടിമത്തങ്ങൾ തകരട്ടെ, പൈശാചിക ശക്തികളുടെ പീഡകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് വിമോചനം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. കർത്താവേ, കരുണയാകണമേ ദൈവമേ, കരുണ കാട്ടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമുക്ക് ഈ സമയം സ്വീകരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എവിടെ തന്നെയാണെങ്കിലും ഒന്ന് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ഈ വലിയ ശക്തിയുടെ അഭിഷേകത്തിന്റെ ആശീർവാദം, കൃപ ഈ സമയം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, രോഗപീഠകൾ വിട്ടുമാറും, മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ ഇതാ കർത്താവ് ഏറ്റെടുക്കുകയാണ്. നിന്റെ തൊഴിൽ മേഖലകൾ ആശീർവദിക്കപ്പെടുന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ കർത്താവ് തുറന്നു തരുന്നു, കടബാധ്യതകളെ കർത്താവ് ഏറ്റെടുക്കുന്നു, കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകൾ കർത്താവ് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.